കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മസാല ദോശയാണ്. ഇനി മസാല ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ കടയിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നല്ല രുചിയുള്ള മസാല ദോശ കടയിൽ നിന്ന് കിട്ടുന്ന അതിനേക്കാൾ ടേസ്റ്റുള്ള മസാല ദോശ വീട്ടിൽ തയ്യാറാക്കാം. ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് സ്പെഷ്യൽ. കൂൺ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കൂണ് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കണം. കടുകിട്ടു. 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുത്ത് ഇനി ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും ചേർത്ത് കൊടുത്ത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി സവാള ഒന്ന് വാടി വരണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് സവാള അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് മയം വന്നാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് വേവിച്ച് വെച്ച കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ച കൂണും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം മുകളിലായി കുറച്ച് കുരുമുളക് പൊടിയും ചതച്ച കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കൂണിൽ വേവിച്ച വെള്ളം ചെറുതായി ഉണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി. നല്ല രുചിയുള്ള മസാലക്കൂട്ടാണിത്. കൂൺ മസാല റെഡിയായി. ഇനി ഒരു ദോശത്തവ ചൂടായി വന്ന് ദോശത്തവയിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് ഇതുപോലെ പരത്തിയെടുക്കണം ദോശമാവ്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് കുറച്ച് തടവി കൊടുക്കണം. നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. ദോശക്കല്ല് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പം ദോശ നല്ല മൊരിഞ്ഞ ദോശ കിട്ടും. ഇനി ഇതിലേക്ക് ആ മസാല വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര മസാല വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് മടക്കിയെടുക്കണം. മടക്കി ഇതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ തടവി കൊടുത്താൽ നമ്മുടെ നല്ല രുചിയുള്ള മസാല ദോശ റെഡിയായി. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈ മസാല ദോശ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്നെല്ലാം വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കിയാൽ കൊടുത്താൽ അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും, ക്ഷീണവും മാറും. മാവ് റെഡിയാക്കി മസാല കൂട്ടും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മസാല ദോശ റെഡിയാക്കി എടുക്കാം. ഇതിന് മുകളിലായി ഇതുപോലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. മസാല ദോശ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ചമ്മന്തി കൂടെ അരച്ചെടുക്കുന്നുണ്ട്. മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും 2-3 പച്ചമുളകും 3 ചെറിയുള്ളി 1 കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കടുക് വറ്റൽമുളക് കറിവേപ്പില താളിച്ചൊഴിച്ചു. നല്ല രുചിയുള്ള മസാല ദോശ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നല്ല രുചിയുള്ള കൂൺ മസാലക്കറിയുടെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുക. Thank you for watching.